കമ്പ്യൂട്ടർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. വി നീഡ് ടു കവർ അപ് ടു ആസ്കി കോഡ്സ് ആൻഡ് യൂണിക് കോഡ്സ്. സോ ടു റെപ്രസെൻറ്റ് ടെക്സ്റ്റൽ മെറ്റീരിയൽ, ടെക്സ്റ്റൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഡാറ്റ റെപ്രസെൻറ്റേഷൻ, നമ്പേഴ്സ് എങ്ങനെ ഡിഫറെൻറ്റ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി ടെക്സ്റ്റൽ ഡേറ്റ, നമുക്ക് ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഡേറ്റ ഉണ്ട്, വേർഡ് പ്രോസസ്സിങ്, സ്പ്രെഡ്ഷീറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ തുടങ്ങിയുള്ള ഫയൽസ്, ആ ഫയൽസ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അത് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വേർഡ്സ്, സെൻറ്റൻസ്, അങ്ങനെയുള്ള ടെക്സ്റ്റ് ഫയൽസ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മാനേജ് ചെയ്യുന്നത് എന്നാണ് ടോപ്പിക്. സോ ടു റെപ്രസെൻറ്റ് ടെക്സ്റ്റൽ മെറ്റീരിയൽ ഇൻ ബൈനറി, എ സിസ്റ്റം അസൈൻസ് ഈച്ച് പ്രിന്റബിൾ ലെറ്റർ ഓർ സിമ്പിൾ എ യുണീക്ക് നമ്പർ നോൺ ആസ് കോഡ് മാപ്പിംഗ്. This number is then stored internally using its binary equivalent. സോ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ, ടെക്സ്റ്റ് ഫയൽസിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എ ടു ഇസഡ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ എ ടു ഇസഡ്, നമ്പർ ഫ്രം 0 to 9, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് ഹാഷ്, അറ്റ്, എക്സ്ക്ലമേഷൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സിനെയും, പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരു പെർട്ടിക്കുലർ കോഡ് അസൈൻ ചെയ്യാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ, ഒന്ന് റിപ്പീറ്റ് ആകാതെ 11011 റാൻഡമായിട്ട് കുറച്ച് കോഡ്സ് ഓരോന്നിനെ അസൈൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ കോഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ whenever in your text document, if you are using the letter A, ആ എ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബൈനറിയിലാണ്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ എ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ അസൈൻ ചെയ്ത, മാപ്പ് ചെയ്ത് വയ്ക്കുന്ന പെർട്ടിക്കുലർ ബൈനറി പാറ്റേൺ ഉപയോഗിച്ചിട്ടായിരിക്കും എ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ 1 എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് മാപ്പ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയ ഒരു 8 ബിറ്റ് ബൈനറി, ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബൈനറി അങ്ങോട്ട് റാൻഡമായിട്ട് അസൈൻ ചെയ്തു. അല്ലെങ്കിൽ എക്സ് വാല്യൂ 1 ഈസ് അസൈൻഡ് ഫോർ എ, ബി 2 ആണ്, സി അങ്ങനെ എ ടു ഇസഡ് 26, ദെൻ സ്മോൾ ലെറ്റർ എക്ക് 27 അസൈൻ ചെയ്തു, ദെൻ ക്യാപിറ്റൽ ലെറ്റർ ഇസഡിന്, സ്മോൾ ലെറ്റർ ഇസഡിന്, അങ്ങനെ ഓർഡറിൽ വരുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ഡെസിമൽ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്തിട്ട് ആ ബൈനറി പാറ്റേൺ ആണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ആ കറസ്പോണ്ടിങ് ലെറ്റേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. സോ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബൈനറി പാറ്റേൺ മാപ്പിംഗ് ചെയ്തു വെച്ചു. ഓക്കെ, ദെൻ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ എ ബി സി കറസ്പോണ്ടിങ് ആയ ബൈനറി പാറ്റേൺ ആണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുക. റീഡ് ചെയ്യുന്ന നേരത്തെ ഈ ബൈനറി പാറ്റേൺസ് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ ആദ്യത്തെ വരുന്ന ഈ 8 ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് ഈ 0001 ആണ് വരുന്നതെങ്കിൽ അതിന് പകരം എ എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടു സ്റ്റോർ എ 4 character സ്ട്രിങ് BAD എക്സ്ക്ലമേഷൻ മാർക്ക്, ബാഡ് എന്ന് പറയുന്ന ഒരു ഡാറ്റ, ഒരു വേർഡ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ, സ്റ്റോർ ദ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ക്യാരക്ടർ യൂസിങ് ദ എബവ് 8 ബിറ്റ് കോഡ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ 8 ബിറ്റ് കോഡ് ഉപയോഗിച്ച് ബാഡ് എക്സ്ക്ലമേഷൻ മാർക്കിനാണെങ്കിൽ ഈക്വൽ ടു സ്റ്റോർ ചെയ്യുന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പാറ്റേൺ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1ന്റെ പാറ്റേൺ, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 2 3 4ന്റെ പാറ്റേൺ. ഓക്കെ, ഇതിൻ്റെ എക്സ്ക്ലമേഷൻ മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് മാപ്പ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ. ഈ പാറ്റേൺസ് എല്ലാം കൂടിയിട്ട് സീക്വൻഷ്യലി ഒന്നിന് ശേഷം അടുത്തത് നമ്മൾ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, സോ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ബാഡ് എക്സ്ക്ലമേഷൻ എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദ ഫുൾ ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ബാഡ് ഇൻ മെമ്മറി. മെമ്മറിയിൽ അതിരിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ബൈനറി പാറ്റേണിലാണ്. ഓക്കെ, സോ എ ബൈനറി പാറ്റേൺ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. സോ നമ്മൾ ഈ രീതിയിൽ ബ്ലൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരും മാനുഫാക്ചറർ 1 decided to use the pattern what we discussed in the previous slide. Then വേറൊരു മാനുഫാക്ചറർ അവർ വരികയാണ്, സ്മോൾ ലെറ്റർ എ ടു ഇസഡിന് 1 to 26 എടുത്തു, ക്യാപിറ്റൽ ലെറ്റർ എ ടു ഇസഡിന് 27 to അടുത്ത നമ്പർ കൊടുത്തു. സോ മാനുഫാക്ചറർ 1 ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ എക്കാണ് 1 ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് ആണ് 26. മാനുഫാക്ചറർ 2 സ്മോൾ ലെറ്റർ എക്ക് 1ഉം സ്മോൾ ലെറ്റർ ഇസഡിന് 26. അങ്ങനെ പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഓക്കെ, സോ മാനുഫാക്ചർ 1ന്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത ബാഡ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ബൈനറി പാറ്റേൺ ഇങ്ങനെയാണെങ്കിൽ, മാനുഫാക്ചർ 2ൽ നിന്ന് വരുന്ന മാനുഫാക്ചറിൻ്റെ
ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 27ന്റെ ബൈനറി പാറ്റേൺ ആയിരിക്കും വരിക. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 000010 ആണ് മാനുഫാക്ചർ 1 എന്ന് വരുന്നതെങ്കിൽ 27ന്റെ ബൈനറി പാറ്റേൺ ആയിരിക്കും 27ന്റെ ബൈനറി പാറ്റേൺ ആയിരിക്കും ക്യാപിറ്റൽ ബിക്ക് മാനുഫാക്ചർ 2ന്റെ കമ്പ്യൂട്ടറിൽ നിന്നും വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ മാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. So a binary pattern can have multiple interpretation. The 8-bit value could be interpreted as a character exclamation if it is used in a text-based system. So അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുമ്പോൾ ആ വരുന്ന ഡാറ്റ ടെക്സ്റ്റ് ആണോ നമ്പർ ആണോ എന്ന് കമ്പ്യൂട്ടറിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഈസ് ഓൾവേസ് റീഡിങ് ദ ഡാറ്റ ഇൻ 1010 ഫോർമാറ്റ് കണ്ടിന്യൂസ്ലി റെസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് ഈസ് ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ ഓർ നമ്പർ ബേസ്ഡ് ഡാറ്റ. സോ നമ്മൾ ഇപ്പൊ പറഞ്ഞ പ്രോബ്ലത്തിന്റെ മുകളിൽ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഇങ്ങനെ വരുമ്പോൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ അത് എന്നെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എക്സ്ക്ലമേഷൻ മാർക്കായിട്ടായിരിക്കും. ഇനി അതൊരു അൺസൈൻഡ് ഇൻഡിജർ ആയിട്ടാണ് മാപ്പ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 1 2 4 8 16 32 64 126 128 128 പ്ലസ് 1 129 ഇതിനെ 129 എന്നായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി സൈൻഡ് ഇൻഡിജർ ആണെങ്കിൽ അതൊരു -1 ആയിട്ട് ഇവിടെ നമുക്ക് MSB സൈൻ കൊടുത്തു 1 ആണ്, അതുകൊണ്ട് മൈനസ്, ബാക്കിയുള്ളത് വാല്യൂ 1 ആണ്. സോ -1 ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ -127 ആയിട്ടായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു -127 ആണ്. സോ സെയിം ബൈനറി പാറ്റേണിന് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് ഫോംസിലായിരിക്കും, ഡിഫറെന്റ് വാല്യൂസ് ആയിട്ടായിരിക്കും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് വരിക. ദിസ് ഈസ് വൺ ഡ്രോബാക്ക് ഓഫ് അസൈനിങ് എ റാൻഡം പാറ്റേൺ. So thus the correct meaning of a binary value is determined by the context in which it is used. സോ നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ്. ഓക്കെ, ദെൻ അൺസൈൻ ഇൻഡിജർ ആണ് നമ്മളുടെ ഡാറ്റ എങ്കിൽ 129 ആണ് കറക്റ്റ് വാല്യൂ. സൈൻഡ് ഇൻഡിജർ ആണെങ്കിൽ -1 ആണ് പർട്ടിക്കുലർ ബൈനറി പാറ്റേണിന്റെ കറക്റ്റ് വാല്യൂ. ദെൻ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് -127 ആണ്. സോ നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ നമ്പർ ആണ്, അതിൻ്റെ തന്നെ സൈൻഡ് ആണ്, അൺസൈൻഡ് ആണ്, ടൂസ് കോംപ്ലിമെന്റ് ആണ് എന്നുള്ള ഇൻഫർമേഷൻ കൂടിയിട്ട് നമ്മൾ ഓരോ ബൈനറി പാറ്റേണിന്റെയും കൂടെയും സ്റ്റോർ ചെയ്താൽ മാത്രമേ അതിനെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ ബൈനറി പാറ്റേൺ ഉപയോഗിച്ച് കറക്റ്റ് വേർഡിനെ കറക്റ്റ് ക്യാരക്ടറിനെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റോറിങ് ദ ടൈപ്പ് ഓഫ് ദ ഡാറ്റ അലോങ് വിത്ത് ദ വാല്യൂ ഓഫ് ദ ഡാറ്റ, ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, സോ to enable the exchange of textual information such as email, social media, and post documents between different computer systems, a standardized character encoding system is essential. So നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മാനുഫാക്ചർ 1 A to Z നെ 1 to 26 മാപ്പ് ചെയ്തു. മാനുഫാക്ചർ 2 A to സ്മോൾ ലെറ്റർ A to Z നെ 1 to 26 മാപ്പ് ചെയ്തു. സോ ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല. സോ A to Z ഇൻ മാനുഫാക്ചർ 1 എന്ന് പറയുന്നത് 126 മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്മോൾ ലെറ്റർ ആണ് 1 to A to Z ആണ് 1 to 26 മാപ്പ് ചെയ്തിരിക്കുന്നത്. സോ രണ്ട് കമ്പ്യൂട്ടർ മാനുഫാക്ചർ 1 നിന്ന് സെൻഡ് ചെയ്യുന്ന ഒരു ഇമെയിൽ അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഹലോ എന്ന് പറയുന്ന വേർഡ് സ്മോൾ ലെറ്റർ A to Z മാപ്പ് ഈ രീതിയിൽ മാപ്പ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ റീഡ് ചെയ്യുമ്പോൾ ഹലോയ്ക്ക് പകരം വേറെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടും ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആയിട്ടും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ മാപ്പ് ചെയ്യുന്നതിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ക്യാരക്ടർ എൻകോഡിങ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തർ അവരുടേതായ രീതിയിൽ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാപ്പിംഗ് ഉപയോഗിച്ച് ആ പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നവഡേയ്സ് വി ആർ ഏബിൾ ടു എക്സ്ചേഞ്ച് ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മാനുഫാക്ചറേഴ്സ് കമ്പ്യൂട്ടർ. സോ എവിടെ നിന്ന് അയച്ചാലും, മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിൽ വാങ്ങിച്ചാലും, ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്ക് സെൻഡ് ചെയ്താലും, ഡെസ്ക്ടോപ്പിൽ നിന്ന് സെൻഡ് ചെയ്താലും എല്ലാം സെയിം കണ്ടന്റ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു സ്റ്റാൻഡേർഡ് എൻകോഡിങ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന പാറ്റേൺ എല്ലാം കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാപ്പ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദാറ്റ് സ്റ്റാൻഡേർഡ് മാപ്പിംഗ്. Character encoding assigns a unique binary number to each symbol or letter, ensuring compatibility across devices and software. So എല്ലാ മാനുഫാക്ചേഴ്സും എല്ലാ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് പുറകിൽ വർക്ക് ചെയ്യുന്നവർ ഒരു കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടായിരിക്കണം ഈ മാപ്പിംഗ് ചെയ്യേണ്ടത്. സോ ദാറ്റ് അത് എല്ലാ ഡിവൈസിലും ഒരുപോലെ ആയിരിക്കണം,
എല്ലാ സോഫ്റ്റ്വെയർസിലും ഒരേപോലെ ആയിരിക്കണം. സോ ദാറ്റ് എനിവൺ ക്യാൻ റീപ്രൊഡ്യൂസ് ദാറ്റ് പാറ്റേൺ ഇൻ ഡിഫറെൻറ്റ് മെഷീൻസ്. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആസ്കി കോഡാണ്. സോ വാട്ട് ഈസ് ആസ്കി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൽ ബേസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ നമ്പർ എന്തായാലും വാട്ട് എവർ ബി നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രിന്റബിൾ ആൻഡ് നോൺ പ്രിന്റബിൾ ക്യാരക്ടേഴ്സിനും ഓരോന്നിനും ഒരു പർട്ടിക്കുലർ കോഡ് സ്റ്റാൻഡേർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് കോഡിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് വിളിക്കുക. ആസ്കി ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് വിളിക്കുക. എന്താണ് ആസ്കി കോഡ്? ASCII is an early character encoding standard developed for representing textual information in computer. നമ്മൾ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ A1 ആൻഡ് ക്യാപിറ്റൽ Z26 ഒരു കമ്പ്യൂട്ടറിൽ, സ്മോൾ ലെറ്റർ A1, സ്മോൾ ലെറ്റർ Z26 ഇങ്ങനെ തോന്നുന്നത് പോലെ മാപ്പ് ചെയ്യാതെ എക്ക് എല്ലാവരും ഒരു പർട്ടിക്കുലർ ബൈനറി പാറ്റേൺ, ക്യാപിറ്റൽ ബിക്ക് ഒരു പർട്ടിക്കുലർ ബൈനറി പാറ്റേൺ, റെസ്പെക്ട് ഓഫ് ദ മെഷീൻ ഒരു സോഫ്റ്റ്വെയർ, ദിസ് മാപ്പിംഗ് ഷുഡ് ബി ഫോളോഡ് ബൈ എവരി വൺ. സോ അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആണ് ആസ്കി എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എൻകോഡിംഗ് സിസ്റ്റം ആൻഡ് റിമെയിൻസ് എ സബ്സെറ്റ് ഓഫ് മോഡേൺ എൻകോഡിംഗ് സ്കീംസ്. സോ നമ്മൾ ഇന്നത്തെ കാലത്ത് ടെക്നോളജിയിൽ ഡിഫറെൻറ്റ് എൻകോഡിംഗ് ഉണ്ട്. ആ എൻകോഡിംഗ് എത്ര അഡ്വാൻസ്ഡ് ആയാലും ഈ ആസ്കി അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കണം. നമ്മൾ വന്നിരിക്കുന്ന എൻകോഡിംഗ് സ്കീമിൽ ഈ ആസ്കി എന്ന് പറയുന്ന കോഡ് ഒരിക്കലും മാറാതെ അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ എൻകോഡിംഗ് സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. സോ ആസ്കിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന പാറ്റേൺ, ആ പാറ്റേൺ ആർക്കും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആ പാറ്റേൺ എല്ലായ്പ്പോഴും അതിന് ഏതിനാണോ അസൈൻ ചെയ്തിരിക്കുന്നത് അതേ പാറ്റേൺ തന്നെ ഡെവലപ്ഡ് സ്റ്റേജിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ ആസ്കി എന്താണ്? ആസ്കി യൂസസ് 8 ബിറ്റ്സ് പെർ ക്യാരക്ടർ. ഓരോ ക്യാരക്ടറിനും 8 ബിറ്റാണ് സ്റ്റാൻഡർഡൈസ് വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് 16 ബിറ്റ് അസൈൻ ചെയ്യാൻ പറ്റില്ല, വേറൊരു ടീമിന് 10 ബിറ്റ് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിന് 8 ബിറ്റ്. സോ 8 ബിറ്റ് കോമ്പിനേഷൻ വെച്ച് നമുക്ക് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 256 ക്യാരക്ടേഴ്സ് ആണ്. 2:8 കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 256 കോമ്പിനേഷൻസ്. സോ ആസ്കി വാല്യൂ, ആസ്കി കോഡിലെ ഒരു ആൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം നമുക്ക് 256 ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അസൈൻസ് ഇൻറ്റിജർ വാല്യൂ ഫ്രം 0 to 255 ക്യാരക്ടേഴ്സ്. സോ നമ്മളെ ബൈനറി പാറ്റേൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ടാവും. അപ്പം എല്ലാം 0 ആണെങ്കിൽ 8 ബിറ്റും 0 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റിജർ വാല്യൂ 0. ദെൻ 00001 ആണെങ്കിൽ ഇൻറ്റിജർ വാല്യൂ 1 ആണ്. ദെൻ ലാസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം 1 ആവുന്ന കണ്ടീഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ 256 ആണ്. സോ 256 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും അസൈൻ ചെയ്തിരിക്കുന്നത്. സോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയ ഹെക്സ് വാല്യൂ ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഓരോ ക്യാരക്ടേഴ്സിനും അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻറ്റിജർ വാല്യൂ ആണ് അസൈൻ ചെയ്യേണ്ടത്. സോ ദ റേഞ്ച് 32 to 126 റെപ്രസെൻറ്റ്സ് പ്രിന്റബിൾ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ്. അപ്പോൾ 0 to 256 വരെയുള്ള ഇൻറ്റിജേഴ്സിൽ 32 മുതൽ 126 വരെയുള്ള ഇൻറ്റിജേഴ്സ് അസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ പ്രിന്റബിൾ ക്യാരക്ടേഴ്സിനാണ്. അതായത് അപ്പർ കേസ് ലെറ്റേഴ്സ് A to Z, ലോവർ കേസ് ലെറ്റേഴ്സ് A to Z, ഡിജിറ്റ്സ് 0 to 9, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ ഇങ്ങനെയുള്ള ഇതിനെല്ലാം എല്ലാത്തിനും കൂടി ഈ ഇത്രയും ക്യാരക്ടേഴ്സിനെല്ലാം സ്മോൾ ലെറ്റർ A to Z, ക്യാപിറ്റൽ A to Z, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, പ്ലസ് മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, കർലി ബ്രാക്കറ്റ്സ്, സ്ക്വയർ ബ്രാക്കറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാം കൂടിയിട്ട് മാപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ചിലാണ്, 32 to 126 റേഞ്ചിലാണ്. Okay, so remaining values are used for control characters, tab, new line, carry returns, അങ്ങനെയുള്ള നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റാത്ത ബാക്ക് സ്പേസ്, അങ്ങനെയുള്ള പ്രിന്റ് ചെയ്യാൻ പറ്റാത്ത നോൺ പ്രിന്റബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ബാക്കിയുള്ള 0 to 31 വരെയും 126 മുതൽ 256, 255 വരെയുള്ള നമ്പേഴ്സിനെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാപ്പ് ഈ റേഞ്ചിലാണ് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അൺഅസൈൻ അത് ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സ് അൺഅസൈൻഡ് ആണ്. സ്റ്റിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വേറൊരു പാർട്ടിക്ക് അത് യൂസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ആസ്കി ടേബിൾ ഉണ്ട്. ആ ടേബിളാണ് നമ്മൾക്ക് പറയുന്ന ഈ ASCII table.com എന്ന് പറയുന്ന ഈ സൈറ്റിലുള്ളത്. സോ യു ക്യാൻ
You can directly see what is in this. So നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ് us see how is this mapping. സോ ഡെസിമൽ നമ്പർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹെക്സ് വാല്യൂ ഉണ്ട്, ഒക്ട് വാല്യൂ ഉണ്ട്, എല്ലാം ഇതൊന്നും നമ്മൾ ബോധേണ്ട ആവശ്യമില്ല. നൾ സ്പേസ്, നൾ ക്യാരക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 ആണെങ്കിൽ സ്റ്റാർട്ട് ഓഫ് ഹെഡിങ്, ഇതെല്ലാം നോൺ പ്രിന്റബിൾ ക്യാരക്ടർ, കൺട്രോളിങ് ക്യാരക്ടേഴ്സിൽ വരുന്നതാണ്. നമ്മൾ പറഞ്ഞ 32 ഓൺവേർഡ്സ്, 31 വരെ നോൺ പ്രിന്റബിൾ ഓർ കൺട്രോൾ ക്യാരക്ടേഴ്സ് ആണ്. 32 സ്പേസ് ബാർ ആണ്. 33 അസെൻഡ് ചെയ്തിരിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കാണ്. 33 34 ഡബിൾ കോഡ്സ് ആണ്. 35 ഹാഷ് ആണ്. സോ നമുക്ക് ഇങ്ങനെ ഓരോ വാല്യൂവിനെയും ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ 0 നമ്പർ മാപ്പ് ചെയ്തിരിക്കുന്നത് 48 അതിന്റെ ബൈനറി പാറ്റേൺ. ദെൻ അതിന്റെ ബൈനറി പാറ്റേൺ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് അതുപോലെ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ മാപ്പ് ചെയ്തിരിക്കുന്നത് 65 ഓൺവേർഡ്സ് ആണ്. ദെൻ ക്യാപിറ്റൽ ഇസഡ് 90 ആണ്. 91 സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സോ അതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും സ്മോൾ ലെറ്റർ എ 97 ആണ്. അതുപോലെ ഈ 126 വരെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും മാപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ പ്രിന്റബിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കണം. 255 ഇതുവരെ മാപ്പ് ചെയ്തിട്ടില്ല. സ്ക്വയർ റൂട്ട് സിമ്പിൾ ഇങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന എല്ലാ ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെല്ലാം ആസ്കി ടേബിളിൽ ഓരോ എൻട്രീസ് ഉണ്ട്. ഈ എൻട്രീസ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആസ്കി വാല്യൂ എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതിയാവും. Okay, so that is what is about ASCII code. Then demerits of ASCII. എന്താണ് demerits of ASCII value എന്ന് പറയുന്നത്? ASCIIയുടെ demerits എന്താണ്? So limited character set. ഓക്കെ, നമ്മൾ പറഞ്ഞു 8 ബിറ്റ് ക്യാരക്ടറാണ് അതിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നമുക്ക് 256 ക്യാരക്ടേഴ്സിന് മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ASCII only supports 256 symbols, which is insufficient for global communication. So ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയ ക്യാപിറ്റൽ എ ടു ഇസഡും സ്മോൾ ലെറ്റർ എ ടു ഇസഡും മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. നമ്പേഴ്സ് ഇറ്റ്സ് ഓക്കെ, 0 to 9 നമ്പേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓക്കെ. വാട്ട് അബൌട്ട് if you want to keep the മലയാളം വേർഡ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ആ എന്ന് പറയുന്ന ഒരു ലെറ്റർ സ്റ്റോർ ചെയ്യണം. സോ അതുപോലെ തന്നെ അറബിക് ആ എന്ന് പറയുന്ന ഒരു ലെറ്റർ, അതുപോലെ ഹിന്ദിയിൽ ആ എന്ന് പറയുന്ന ലെറ്റർ. സോ ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റണം. സോ വാട്ട് അബൌട്ട് ദീസ് കേസ് സിറ്റുവേഷൻസ്? അതിനെ നമുക്ക് ആസ്കിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിർവാഹമില്ല. കാരണം മാക്സിമം 256 മാത്രമേ അതിനകത്ത് അസൈൻമെന്റ് പറ്റുള്ളൂ. Okay, so it mainly supports the English alphabets, making it unsuitable for other languages like Arabic, Chinese or Hindi. Different lot more languages are there. All languages nowadays computer നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. So what about these alphabets? ഈ alphabets നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അതിന് ആസ്കിയിൽ സ്പേസ് ഇല്ല. ദാറ്റ്സ് വൺ ലിമിറ്റേഷൻ. Then incompatibility with international language. ASCII does not accommodate desatric or accents, omelets. What is this? I don't know. ഇതെല്ലാം നമുക്ക് യൂറോപ്യൻ ലാംഗ്വേജസ് ഇതൊന്നും എങ്ങനെ ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് അസൻസ് മാനേജ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഓക്കെ. Then does not support non-Latin scripts like Greek, Hebrew, Chinese, സെറലിക്. ഇതൊന്നും ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ എന്തെല്ലാം ലാംഗ്വേജസ് നമ്മളുടെ ലോകത്തുണ്ടോ അങ്ങനെ ലാംഗ്വേജിന് ഫേമസ് ആയ ലാംഗ്വേജുകളെല്ലാം അതിൻ്റെ കറസ്പോണ്ടിങ് ആയ ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റയൊന്നും സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ആസ്കി വാല്യൂ ഉപയോഗിച്ച് ആസ്കി ടേബിൾ ഉപയോഗിച്ച് പറ്റില്ല. Then control characters, some control characters അത് ഇപ്പോൾ പോപ്പുലറിലായതുകൊണ്ട് വിഡ്രോൺ ചെയ്തിട്ടുണ്ട്. they become obsolete over time. ഓക്കെ, ഒബ്സലേറ്റ് ആയിട്ട് ടാബ് എന്നുള്ളതിന് അതിനെല്ലാം വീണ്ടും അതിന് ആ മാപ്പ് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിന് പകരം വേറൊരു ക്യാരക്ടറിന് അസൈൻ ചെയ്യാനും പറ്റില്ല. അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചാർട്ട് ആൾട്ടർ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. ദീസ് ക്യാരക്ടേഴ്സ് ഓഫൻ കോസ്റ്റ് ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ഡാറ്റ പ്രോസസിംഗ് അക്രോസ് ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ഓക്കെ, സോ കൺട്രോൾ ക്യാരക്ടേഴ്സ് ഇഷ്യൂസ് അത് ഒരു ഡ്രോബാക്ക് ആണ്.
Then limited extensibility. ASCII was initially designed for simple text representation, but it cannot support modern linguistic requirements, mathematical symbols, or emojis. Okay, so നമ്മൾ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കുറേ ഇമേജസ്, സ്മൈലി ഇമേജസ്, ഇമോജീസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഇമോജീസിനൊന്നും നമുക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. വട്ട് എവർ ബി ദ ക്യാരക്ടേഴ്സ് വി ആർ മാനേജിങ് വിത്തിൻ അവർ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടിംഗ് യൂണിറ്റ്, അതിനെല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ആസ്കി ടേബിളിന് പറ്റുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് ആസ്കിനെ അഡ്വാൻസ് ചെയ്ത് വന്ന, സോ ആസ്കി എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് ഈ സർക്കിളിൽ നിൽക്കും 256 ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ഈ സർക്കിളിൽ ഒരു സബ്സെറ്റ് ആക്കിക്കൊണ്ട്, ഈ സർക്കിൾ സബ്സെറ്റ് ആക്കിക്കൊണ്ട് ഒരു പുതിയ സെറ്റ് വന്നു. ആ പുതിയ സെറ്റാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. സോ യൂണിക്കോഡിലെ ഒരു സബ്സെറ്റാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. ആസ്കി കോഡിൽ ഒരു മാറ്റവും വരുത്താതെ അതിൻ്റെ മേളിൽ ഒരു എൻകോഡിംഗ് സിസ്റ്റം വന്നു. അതിനെയാണ് നമ്മൾ യൂണിക്കോഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ആണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് യൂണിക്കോഡ്? ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ്. ഒരാൾക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല, അവിടെയും സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോന്നും എന്തായിരിക്കണം എന്നുള്ള ഒരു മാപ്പിംഗ് പ്രീ ഡിഫൈൻഡ് ആണ്. ആ മാപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഏബിൾ ടു അക്കോമഡേറ്റ് മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഈ യൂണിക്കോഡ് ടേബിളിൽ ഉണ്ട്. വാസ് ഡെവലപ്ഡ് ഇൻ ദ early 1990s ടു അഡ്രസ് ആസ്കി ലിമിറ്റേഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ ആസ്കിയുടെ ഡ്രോബാക്സ് എല്ലാം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1990s വന്ന ഒരു ടെക്നിക്കാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. It supports a minimum of 16 bits per characters, allowing 65,536 unique characters. സോ ആസ്കി എന്ന് പറയുന്നത് 8 ബിറ്റ് ആയിരുന്നു, നമുക്കിവിടെ 16 ബിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് 65,536 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് സിമ്പിൾസിന് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. It is a superset of ASCII, meaning that first 128 characters are identical in both standards. രണ്ടിൻ്റെയും ഇതാണ്. സോ യൂണിക്കോഡിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ആസ്കി, അല്ലെങ്കിൽ ആസ്കിയുടെ സൂപ്പർ സെറ്റ് ആണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. സോ ഈ ആസ്കിയിൽ എന്തെല്ലാം ഉപയോഗിച്ചിരുന്നോ അത് അതുപോലെ തന്നെ ഇതിനകത്ത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Provides global language support, making it the preferred encoding for modern computing. So nowadays നമ്മൾ മലയാളത്തിൽ ആ ആണെങ്കിലും ഹിന്ദിയിലെ ആ ആണെങ്കിലും എന്തായിരിക്കണം അതിൻ്റെ കോഡ് എന്ന്, എന്തായിരിക്കും ബൈനറി പാറ്റേൺ എന്ന് പറയുന്നത് 16 ബിറ്റ് ബൈനറി പാറ്റേൺ ഉപയോഗിച്ച് ഇതിന് ഡിഫൈൻ അലോട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു പാറ്റേൺ ഹിന്ദി ആൽഫബറ്റിനും ആക്കും അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഗ്ലോബലി അത് അക്സെപ്റ്റഡ് ആണ്, എല്ലാവരും ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. സോ UTF-8 അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വേറൊരു സ്റ്റാൻഡേർഡാണ് UTF-8 എന്ന് പറയുന്നത്. വേരിയബിൾ ലെങ്ത് ആണ്, ബാക്ക്വേർഡ് കോമ്പാറ്റബിൾ വിത്ത് ആസ്കി ആണ്. 1 to 4 bytes per characters. ഓരോന്നിലും ഇപ്പം നമ്മൾ ആസ്കിയിൽ 8 ബിറ്റ് ആയിരുന്നു. ദെൻ യൂണിക്കോഡിലേക്ക് വരുമ്പോൾ അത് 16 ബിറ്റായി. ദെൻ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 1 to 4 bytes per character ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 1 byte 8 ബിറ്റ് ഉള്ളതുണ്ട്, 2 byte ഉള്ള 16 ബിറ്റ് ഉള്ളതുണ്ട്, 3 byte ഉള്ള 24 ബിറ്റ് ഉള്ളതുണ്ട്, 4 bytes ഉള്ള 32 ബിറ്റ് ഉള്ളത്. സോ 8, 16, 24 ആൻഡ് 32 ഈ ഇത്രയും സൈസുകളുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടർ എൻകോഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 128 ക്യാരക്ടർ സ്റ്റോർഡ് ഇൻ എ സിംഗിൾ ബൈറ്റ്, മേക്കിംഗ് ഇറ്റ് എഫിഷ്യൻറ്റ് ഫോർ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. അതായത് ആദ്യത്തെ 8 ഇത് 128 അത് ആൽഫബറ്റ്സിൽ നമ്മൾ ആസ്കിയിലുള്ള 128 എന്താണോ അത് തന്നെയായിരുന്നു. സപ്പോർട്ട്സ് ഇന്റർനാഷണൽ ക്യാരക്ടേഴ്സ് ബൈ എക്സ്പാൻഡിങ് ടു മൾട്ടിപ്പിൾ ബൈറ്റ്സ് വെൻ നീഡഡ്. ആവശ്യമായ സമയത്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉപയോഗിച്ച് രണ്ടും വരുമ്പോൾ ചില കോമ്പിനേഷൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, വേറൊരു കോമ്പിനേഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് UTF-8 എന്ന് പറയുന്നത്. സോ നമ്മൾ ആസ്കിയും യൂണിക്കോഡും ഫിക്സഡ് ലെങ്ത് ആയിരുന്നെങ്കിൽ ഇവിടെ വേരിയബിൾ ലെങ്ത് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ബൈറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ചത്. സോ 4 ബൈറ്റ് വരെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ അവിടെ മാനേജ് ചെയ്യുന്നത്. ദെൻ UTF-16 ഉണ്ട്, ഫിക്സഡ് ലെങ്ത് ആണ്, 2 bytes per characters. ഓരോ ക്യാരക്ടേഴ്സിനും 2 byte വരെ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ടിങ് 65,536 symbols, suitable for international text but less efficient for English. ഒരു വേറൊരു മെത്തേഡ് മാത്രമാണ് UTF-16. Then UTF-32 ഉണ്ട്, ഫിക്സഡ് ലെങ്ത് 4 bytes per character, allowing over 4 billion symbols. എന്തൊക്കെ സിമ്പിൾസ് ലോകത്തുണ്ടോ വരുന്നതിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് UTF-32 ഉണ്ട്.
ഐഡിയൽ ഫോർ ഹാൻഡ്ലിങ് റെയർ ഓർ സ്പെഷ്യലൈസ്ഡ് സ്ക്രിപ്റ്റ്സ് ബട്ട് മെമ്മറി ഇൻറ്റൻസീവ്. ടു മച്ച് സൈസ് കൂടുതലായതുകൊണ്ട് ഒരു ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് മെമ്മറി കൺസ്യൂം ചെയ്യുന്നതാണ് UTF-32 എന്ന് പറയുന്ന എൻകോഡിംഗ് മെത്തേഡ്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് യൂണിക്കോഡ് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ലാംഗ്വേജ് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. 135 ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് അറബിക്, ചൈനീസ്, ഹിന്ദി, മലയാളം, ബംഗ്ല, എല്ലാറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻകോഡിംഗ് സിസ്റ്റമാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. enables proper representation of linguistic accents and diacritics. Then includes mathematical and special symbols, ഹിസ്റ്റോറിക്കൽ സ്ക്രിപ്റ്റ്സ്, ഈജിപ്ഷ്യൻസ്, എമോജീസ്, ഇതെല്ലാം എല്ലാറ്റിനും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബൈനറി പാറ്റേൺസ് ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. Then ensures global compatibility. Unlike ASCII, Unicode allows seamless text exchange across different computer systems, eliminates character corruption issues caused by different encodings. അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ രീതിയിൽ ക്യാരക്ടേഴ്സ് മാപ്പിംഗ് ഉപയോഗിക്കാതെ സ്റ്റാൻഡേർഡ് മാപ്പിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് യൂണിക്കോഡിൽ പറ്റും. സ്കെയിലബിലിറ്റി. UTF-32 Unicode and can represent over 4 billion characters, continues to expand, accommodating new symbols and scripts. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ വരിക, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ക്യാരക്ടർ വരിക, എന്തെങ്കിലും ന്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് UTF-32ലും യൂണിക്കോഡിലും ഉണ്ട്. 4 billions of characters വരെ നമുക്ക് അതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻക്രീസ്ഡ് സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് ഡീമെറിറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ബിറ്റ്സ് ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്നതനുസരിച്ച് ഓരോ ക്യാരക്ടേഴ്സിനും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി റിക്വയർമെൻറ്റും കൂടും. സോ നമ്മളൊരു ടെക്സ്റ്റ് ഫയൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനകത്ത് തൗസൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഇത്ര ബൈനറി പാറ്റേൺ കൊടുക്കുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും ഓരോന്നിൻ്റെയും കേസ് അനുസരിച്ച്. കോംപ്ലക്സ് എൻകോഡിംഗ് സ്കീംസ് UTF-8, UTF-16, UTF-32 ആണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സിറ്റി ഇൻ ടെക്സ്റ്റ് പ്രോസസ്സിങ്. നമ്മൾ ഈ പാറ്റേൺ ഇങ്ങനെ റീഡ് ചെയ്തെടുത്താൽ മാത്രം പോരാ, ആ റീഡ് ചെയ്തെടുത്തത് എന്താണ് അതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വേണം. സോ നമ്മൾ സം കാൽക്കുലേഷൻസും കമ്പ്യൂട്ടേഷൻസ് ഉപയോഗിച്ചിട്ടാണ് അതിന് തിരിച്ച് അത് എന്താണ്, ക്യാപിറ്റൽ ട്രീ ആണോ, സ്മോൾ ട്രീ ആണോ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണോ, കൺട്രോൾ വേർഡ്സ് ആണോ, കൺട്രോൾ ക്യാരക്ടർ, ഇതൊക്കെയാണ് എന്താണ് ബൈനറി പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തിരിച്ച് അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ കണ്ടെത്തണം. സോ നമ്മളോട് ആ മെമ്മറിയെ റീഡ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കണ്ടെത്തുന്നത്. സോ അത് നമ്പർ സൈസ് കൂടുന്നതനുസരിച്ച് പ്രോസസ്സിങ് കമ്പ്യൂട്ടേഷൻ എഫിഷ്യൻസി മാറും, ടൈം മാറും, സിസ്റ്റം സ്ലോ ആകും. അങ്ങനെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് സ്കീംസ് മാറും. സം ഓൾഡർ സിസ്റ്റംസ് ഡു നോട്ട് ഫുള്ളി സപ്പോർട്ട് യൂണിക്കോഡ്. സോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് രണ്ട് നമ്മൾ കമ്പാരിസൺ ആണ്. നമുക്ക് സിലബസിൽ പറഞ്ഞ ASCII ആൻഡ് യൂണിക്കോഡാണ്. ക്യാരക്ടർ ലിമിറ്റ്, ബിറ്റ് റേറ്റ്, ബിറ്റ് റിക്വയർമെൻറ്റ്, ഇംഗ്ലീഷ് ആൻഡ് ഫ്യൂ സിമ്പിൾസ്, ഗ്ലോബൽ, ഓൾ മോഡൽ ആൻഡ് ഹിസ്റ്റോറിക് ലാംഗ്വേജസ്. എക്സ്റ്റൻസിബിലിറ്റി ഫിക്സ്ഡ് ആണ്, കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ് ആണ്. ASCII ഇനിയൊന്നും പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ മെമ്മറി എഫിഷ്യൻസി, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജിൽ ഒരു കമ്പാരിസൺസിൽ നമുക്ക് പറയാൻ പറ്റുക.